ഇതൊക്കെ കണ്ടല്ലോ അല്ലേ? ഇതൊക്കെ കണ്ടു, നടന്നാൽ മതിയാണ്. ഇതൊക്കെ കണ്ടു, നന്നായി. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? കൊള്ളാം. കൊള്ളാം. അതായത് ത്രേസ്യ കോച്ചായിട്ട് അഭിനയിച്ചത്, അതെന്റെ ത്രേസ്യ കോച്ചല്ല, ത്രേസ്യ കോച്ചായിട്ട് അഭിനയിച്ചത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേബിയുടെ ആശയുടെയും കൊച്ചാണ്. നിങ്ങളൊരു കൈ കൊടുത്ത്. വെരി ഗുഡ്. കാരണം ഭാവിയിൽ ഹോളിവുഡിലോ മോളിവുഡിലോ എവിടെ വേണമെങ്കിലും വിടാം നമുക്ക്. അത്രയും കപ്പാസിറ്റി ഉള്ള പിള്ളേരാ നിന്ന് പെർഫോം ചെയ്തേ. കൊള്ളാം. പക്ഷെ കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ ത്രേസ്യ കൊച്ച് ചട്ടയും കൊണ്ടുകൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും അല്ല. രോമം എഴുന്നേറ്റ് നിൽക്കും, ചാടും. അപ്പച്ചന് ത്രേസ്യ കൊച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരും അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞാലും ത്രേസ്യ കൊച്ച് ഇസ് ദ ബെസ്റ്റ്. ഒരു സ്വന്തം ഒരു ഭർത്താവ് ഭാര്യയുടെ പ്രസൻസ് ഇല്ലാണ്ട് ഇത്രയും പൊക്കി പറയുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പച്ചനെ സമ്മതിച്ചു. ഭാര്യ ആര് പറഞ്ഞത്? ഭാര്യ ത്രേസ്യ കൊച്ച് ഭാര്യയല്ലേ? നല്ല കളി. നമ്മുടെ അയൽവക്കത്തെ ഗീവച്ചിന്റെ കിഴക്കേ വീട്ടിലെ ഗീവച്ചിന്റെ ഭാര്യ പോലും. ഭാര്യയെ പറ്റി ആരെങ്കിലും പൊക്കി പറയൂ, പറയൂ. അമ്മച്ചിയുടെ പേരെന്നാ? അമ്മച്ചിയുടെ പേര് ഞങ്ങൾ ഈ 10-12 വയസ്സായപ്പോ ഈ കളിക്കാനായിട്ട് കഞ്ഞിയും കറിയും കളിക്കാനായിട്ട് കൊണ്ടുവന്നാക്കുന്നതാണ് അമ്മച്ചീനെ. അന്ന് പറയുന്നത് നിന്റെ കൂടെ അപ്പച്ചൻ പറഞ്ഞേക്കണം, നിന്റെ കൂടെ കളിക്കാനായിട്ട് കഞ്ഞിയും കറിയും വെക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാ. നമ്മൾ ഓർക്കും കഞ്ഞിയും കറിയും കളിച്ച് കാഞ്ഞിയും കറിയും കളിച്ച് ഇങ്ങനെ അങ്ങ് പോയി. പേരൊക്കെ ചോദിക്കാൻ വിട്ടുപോയി മോനെ. പേര് ഓർമ്മയില്ലേ? അത് പേര് ഇടയ്ക്ക് പോയി എങ്ങനെ വിളിക്കും ഓർക്കുമ്പോഴാ സ്നേഹം വരുമ്പോ ഞങ്ങള് ചക്കരെ, മുട്ടേ, തേന്, പാല്, മൂദേവി, പിശാച്, ചെകുത്താന്. ചെകുത്താനൊന്നും വിളിക്കാവോ? ചെകുത്താൻ ആണുങ്ങളെ ചെകുത്താൻ വിളിക്കുന്നത്. ആണുങ്ങളൊന്നും വിളിക്കുന്ന പേരല്ല ചെകുത്താൻ. അതന്നെ ചെകുത്താൻ ആണുങ്ങളെ. അതെ, മോനെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. അച്ഛൻ പറഞ്ഞു തരും കാര്യം. അമ്മേനെ വിളിക്കുന്നതല്ല ഈ കാര്യം. ബൈബിള് പഠിക്കണം. ബൈബിൾ തന്നെ ഈ ആദെ അവയെന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഈ ആദെ അവ ഏതെങ്കിലും തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേത്താൻ വരുന്നു. ചേത്താൻ പറയും ഈ കഞ്ഞി കഴിക്കാൻ പറയും. ഇവര് കഴിക്കുന്നു. ഈ ചേത്താൻ ആരാണ്? അല്ല, ഈ ചേത്താൻ എവിടുന്നാണ്? അപ്പൊ ചെറുത്താൻ മാലാകമാരുടെ ഒരു ചെറുത്താനാണ്. അതായത് മാലാക എന്തോ തെറ്റ് ചെയ്തപ്പോൾ അവരെ പുറത്താക്കി, ഏതൻ തോട്ടത്തിൽ നിന്നും വെളിയിലാക്കി, ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നും വെളിയിലാക്കി. സമ്മതിച്ചോ? സമ്മതിച്ചു. ഓക്കെ. ഇപ്പൊ ഇവിടെ സ്കിറ്റ്സ് നടന്നപ്പോ മാലാകയായിട്ട് ആരാ അഭിനയിച്ചത്? 2 പെൺപിള്ളേരല്ലേ? അപ്പൊ മാലാകന്മാരാരാ? പെൺപിള്ളേർ. അപ്പൊ ചെറുത്താന്മാരെ അതിലൊരു മാലാകേനെയാണ് ദൈവം വെളിയിലാക്കിയത്. അപ്പൊ ചെറുത്താന്മാരാരാ? അതെ, ഞാൻ പറഞ്ഞു. എഴുതി കുറിച്ച് വെച്ചോ, വീട്ടിൽ ചെല്ലുമ്പോ ആവശ്യം വരും. അമ്മച്ചി വന്നില്ല. അമ്മച്ചി ഇപ്പൊ വരാൻ പറ്റിയില്ല. അത് വലിയൊരു കഥയാ, വലിയ കഥയാണ്. ഇപ്പൊ പറയണ്ട. നമുക്ക് നമ്മുടെ സോസ പിള്ളേരുടെ നല്ല അതിമനോഹരമായ ഒരു ഡാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് കാണാം. ഇപ്പൊ പറയണ്ട. ഒന്നുകൂടി വരാം. ഓക്കെ. അപ്പൊ നമുക്ക് ലെറ്റ്സ് വെൽക്കം ദ സോസ ഗേൾസ്. They are performing a song as a tribute to all the Malayalam movies. Let's welcome them. Thank you.
Come on.
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വെള്ളയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വെള്ളയുള്ള കൂട് കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ കൂട്ടാനാ